ഈ AI ഫിലിം മേക്കിംഗ് കോഴ്സ് കഴിഞ്ഞാൽ തന്നെ നെക്സ്റ്റ് നമ്മൾ ഒരു മാർച്ചൊക്കെ ആകുമ്പോഴേക്കും AI ഇൻ അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്, AI ഇൻ VFX ആൻഡ് ആനിമേഷൻ വരുന്നുണ്ട്, AI ഇൻ സൗണ്ട് പ്രൊഡക്ഷൻ വരുന്നുണ്ട്, സൗണ്ട് ഡിസൈനിങ് വരുന്നുണ്ട് ശരിക്കും, പിന്നെ മ്യൂസിക് പ്രൊഡക്ഷൻ, AI ഇൻ മ്യൂസിക് പ്രൊഡക്ഷൻ. ഇങ്ങനെ 4 കോഴ്സുകൾ നമ്മൾക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ഓൺ ആവുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. 3 മാസത്തെ ക്ലാസ് കഴിയുമ്പോഴേക്കും ഒരു 3 മിനിറ്റുള്ള ഒരു AI മൂവി നമ്മൾ ജനറേറ്റ് ചെയ്യണം. അത് ഫുള്ളി ഐഡിയ മുതൽ ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൂവി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നിടത്താണ് നമ്മളുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഈ ഒരു അതിലൂടെ തന്നെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കമ്മ്യൂണിറ്റി മെമ്പറായി മാറുകയാണ് ചെയ്യുന്നത്, ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയുടെ മെമ്പറായി മാറുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മളുടെ തമിഴിലെയും തെലുങ്കിലെയും മലയാളത്തിലെയും തന്നെ പ്രമുഖരായിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസുകൾ നമ്മളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പം അവർക്ക് ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ AI ആർട്ടിസ്റ്റുകളെ ആവശ്യമുണ്ട്. ബിക്കോസ് അതെ, ഒരു സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പോലും ഇപ്പോൾ നമ്മൾ 3 മാസം എടുക്കുന്ന ഒരു സ്റ്റോറി ബോർഡ് ക്രിയേഷൻ നമുക്കൊരു 14 to 20 ഡേയ്സിൽ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് നമ്മളുടെ എഡിറ്റിങ്ങിലേക്ക് വരുമ്പോഴും നമ്മൾക്ക് ഇപ്പോൾ പല ഇപ്പോൾ നമ്മൾക്കൊരു ഡബ് ചെയ്തതിന് ശേഷം വന്ന ഒരു സീനിനെ നമ്മൾക്ക് ഏതെങ്കിലും പോർഷൻസ് കട്ട് ചെയ്യണം എന്നുണ്ട് എങ്കിൽ അത് നമുക്ക് ജസ്റ്റ് പ്രോംപ്റ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അത് പ്രോംപ്റ്റ് ചെയ്യാൻ പഠിക്കണം. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഒരു വലിയൊരു ഘടകമാണ്. അപ്പം ആ ഒരു പ്രോംപ്റ്റ് കൊണ്ടിട്ട് നമ്മൾ ഓരോ സീൻ ബൈ സീനായിട്ട് ഇത് കട്ട് ചെയ്യാതെ തന്നെ നമ്മൾക്ക് ടോട്ടൽ അത്തരം മിസ്റ്റേക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്ത് മാറ്റാനായിട്ടുള്ളൊരു സാങ്കേതികവിദ്യ ഇപ്പോൾ നമ്മൾക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ സെക്ഷനിലും, പ്രീ പ്രൊഡക്ഷനിലും പ്രൊഡക്ഷനിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും വരെ നമ്മളുടെ സമയം ലാഭിക്കും. അതുകൊണ്ട് നമ്മളുടെ 45% വരെ നമുക്ക് സ്ക്രിപ്റ്റ് കാണാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമ്മളുടെ ടോട്ടൽ ഫിലിം പ്രൊഡക്ഷൻ്റെ 45% വരെ നമ്മൾക്ക് പോസ്റ്റ് കട്ട് നമുക്ക് സാധ്യമാണ്. കഥയാണ് അത് പ്യുവർലി അല്ല, അല്ലാതെ ഷൂട്ട് ചെയ്തെടുത്തിട്ട് ഫിനാൻഷ്യൽ ഹെൽപ്പ് എല്ലാം ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒരു സ്കീമുണ്ടോ ഇത് കഴിഞ്ഞിട്ട് പഠിച്ചു അതാ പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസുകളുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് വരുന്നത്. അപ്പം ഇവരുടെ റിക്വയർമെൻറ്റ്സ് വരും. ഈ റിക്വയർമെൻറ്റ്സ് വരുമ്പോഴേക്കും നമ്മൾ നിങ്ങളെ അവിടേക്ക് അവർക്ക് വേണ്ട പൊസിഷൻസിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ നമ്മുടെ വർക്കിനെ അവരുടെ അടുത്ത് പിച്ച് ചെയ്യാനുള്ള അവസരം നമ്മൾക്ക് കിട്ടുകയാണ്. ബിക്കോസ് AI ആർട്ടിസ്റ്റുകളെ ഇപ്പോൾ ആവശ്യമുണ്ട്, പക്ഷേ ട്രെയിൻഡ് ആയിട്ടുള്ള AI ആർട്ടിസ്റ്റുകളുടെ ലഭ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ വളരെ വലിയൊരു ജോലി സാധ്യതയും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് ക്രിയേറ്റീവ് മേഖലയിൽ AI ഫിലിം മേക്കിംഗ് മൂലം ഉള്ളത്. നമ്മളുടെ ഈ കോഴ്സ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ 3 ഫസ്റ്റ് 3 റാങ്ക്സിൽ ഉള്ളവരെ നമ്മൾ തന്നെ പിക്സൽ പീപ്പ എന്ന് പറയുന്ന നമ്മുടെ ഓഫ്ലൈൻ കോഴ്സ് ഉണ്ടോ? ഇതെന്ന് പറയുന്നത് ഓൺലൈനിൽ ഒരു 60% നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ് തന്നെയായിരിക്കും. 30% ലൈവ് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. ഈ ലൈവ് ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുക മോസ്റ്റ്ലി നമ്മളുടെ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും അതേപോലെ ഓഫ്ലൈനായിട്ട് വർക്ക്ഷോപ്പ് ഉണ്ടാവും. അതായത് മാസത്തിൽ 3 വർക്ക്ഷോപ്പ് എന്നുള്ള കണക്കിൽ ടോട്ടൽ 9 വർക്ക്ഷോപ്പുകളുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളുടെ ഈ ഇൻഡസ്ട്രി എക്സ്പേർട്സുമായിട്ട് സംസാരിക്കാനും നമ്മളുടെ സംശയങ്ങളെല്ലാം ഡയറക്റ്റ് തന്നെ നമ്മൾക്ക് ദൂരീകരിക്കാനും സാധിക്കും. അത്തരത്തിലാണ് നമ്മളുടെ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കോഴ്സ് ഫീ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1.25 lakhs ആണ് കോഴ്സ് ഫീ വരുന്നത്. പക്ഷെ നമ്മളുടെ ഇവിടെ IFFKയിലേക്ക് മാത്രമായിട്ട് IFFK ഓഫറായിട്ട് നമ്മൾ 89,999 എന്ന് പറയുന്ന പ്രൈസിന് നമ്മളുടെ ഫീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് January 21 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ആവുക. അത് Jan 15 മുന്നേ ഫീസ് പേ ചെയ്യുകയാണെങ്കിൽ
വീണ്ടും ഒരു 10,000 ഒരു ഡിസ്കൗണ്ട് നമുക്ക് വരും. സോ അതിൻ്റെ ഒരു 79,999 എന്ന് പറയുന്ന ഒരു റേറ്റിലേക്ക് നമുക്ക് പിന്നെയും അതിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇത് ഫസ്റ്റ് ബാച്ചിന് വരുന്ന ഓഫറാണ്. ആദ്യം നമ്മൾക്ക് ഒരു ബാച്ചിൽ 25 സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് ഒരു ഈ ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിലും നമ്മളുടെ ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആയിരിക്കും എടുക്കുക. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇവർക്കൊരു ഒരു 1-on-1 ഡിസ്കഷൻസും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പേരുണ്ട് എങ്കിൽ നമ്മൾക്കത് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർ ഇതിൻ്റെ അകത്ത് എക്സ്പേർട്ട് ആയിരിക്കുകയും വേണം. ബിക്കോസ് വെൽ നോൺ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസസ് ആണ് നമ്മളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ളത്. സോ നമ്മളുടെ സ്റ്റുഡൻസിനെ കൊടുക്കേണ്ടത് അവർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ലിമിറ്റഡ് സീറ്റ്സാണ് നമ്മളുടെ ഈ കോഴ്സ് നമ്മൾ പെർ ബാച്ചിലേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഐഡിയേഷൻ മുതൽ ഡിസ്ട്രിബ്യൂഷൻ വരെ AI യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ട്രഡീഷണൽ ഫിലിം മേക്കിങ്ങിൻ്റെ കൂടെ എങ്ങനെ നമുക്ക് AIനെ ബ്ലെൻഡ് ചെയ്യാം എന്നതാണ് നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മുന്നോട്ടേക്ക് പോകുന്നില്ല, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ഡൗട്ട് നമ്മൾക്ക് ക്രിയേറ്റ് ആവുകയാണ്. ആ സമയത്ത് നമ്മൾക്ക് അതിനു വേണ്ടി മാത്രം, തിരക്കഥ ചെയ്യാൻ വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള AI മോഡലുകളുണ്ട്. ഈ മോഡലുകൾക്ക് നമ്മളുടെ ത്രെഡ് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മളുടെ സ്റ്റോറീൻ്റെ ആ ഒരു പോർഷൻ കൊടുത്തതിന് എനിക്കിവിടെയാണ് ബ്ലോക്ക്, എനിക്ക് എന്താണ് എടുത്ത് ചെയ്യാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ ആ ഒരു തിരക്കഥയ്ക്ക് വേണ്ട സജഷൻസ് നമുക്ക് തരും. അതെങ്ങനെയാണ് തരുന്നതെന്ന് ചോദിച്ചാൽ ഈ മോഡലുകളെ ട്രെയിൻ ചെയ്യിച്ചിട്ടുള്ളത് ഇതുവരെ റിലീസായിട്ടുള്ള നമ്മളുടെ വേൾഡിലെ മോസ്റ്റ്ലി എല്ലാ സിനിമകളുടെയും തിരക്കഥകൾ ഇതിന് ഫീഡഡാണ്. അപ്പോൾ ഈ തിരക്കഥകളിൽ നിന്നും പഠിച്ച് ഇത്രയും ഡേറ്റ അതിൻ്റെ കയ്യിലുണ്ട്. ആ ഡേറ്റയിൽ നിന്നും പഠിച്ചിട്ടാണ് നമ്മളുടെ സ്റ്റോറീൻ്റെ ത്രെഡുമായിട്ട് അനുയോജ്യമായി നിൽക്കുന്ന സജഷൻസ് നമുക്ക് തരാം. അപ്പോൾ ഈ സജഷൻസിനെ അങ്ങനെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ഔട്ടായിരിക്കും അതുകൊണ്ടിട്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനെ ഒരു ഹെൽപ്പായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ അതിൽ വർക്കൗട്ട് ചെയ്യണം. അതിൻ്റെ അകത്ത് ഡീപ്പർ ഇമോഷൻസും ഫീലിങ്സും കൊടുക്കാൻ സാധിക്കണം. ബിക്കോസ് AIന് ഇമോഷൻസ്, എസ്പെഷ്യലി സ്റ്റോറിയിൽ ഇമോഷൻസ് കൊണ്ടുവരാൻ, റീജിയണലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവരാനായിട്ട് AIക്ക് സാധിക്കില്ല. അത് നമ്മൾ തന്നെ കൊടുക്കണം. ഇപ്പോൾ കറൻ്റ്ലി നമ്മളുടെ AI നിൽക്കുന്നിടത്ത് നമുക്ക് ശരിക്കും ഭാവിയിലേക്ക് അത് സംഭവിക്കുമായിരിക്കും. പക്ഷെ ഇപ്പോൾ നിൽക്കുന്നൊരിടം എന്ന് പറയുന്നത് നമുക്ക് സജഷൻസ് തരും. നമുക്ക് ഇത്രയും ഡേറ്റയിൽ നിന്ന് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിക്കും. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മളും കൂടെ അതിന് ഓരോ ക്യാരക്ടറിന് ഡെപ്ത് കൊടുക്കുമ്പോഴേക്കുമാണ് വളരെ മനോഹരമായ ഒരു തിരക്കഥ നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. സ്കൂള് നമ്മൾ കൊച്ചി ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിൽ വരുന്ന സ്കൂളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ വേണം നമ്മളെ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ കൃത്യമായി നമ്മളുടെ ഒരു റിസോഴ്സ് പേഴ്സൺസിൻ്റെ അകത്ത് ആരൊക്കെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഡേറ്റ സയൻറ്റിസ്റ്റുകൾ ഉണ്ടാവും, ആർട്ടിഫിഷ്യൽ മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ട്രെയിനേഴ്സ് ഉണ്ടാവും. ബിക്കോസ് ഈ മോഡലുകൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിനെ നമുക്ക് ഏതൊക്കെ തരത്തിൽ നമുക്ക് ബെൻഡ് ചെയ്യാം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നത് വെറും ഒരു ടൂള് പഠിപ്പിക്കുകയല്ല, കൃത്യമായിട്ട് ഇത് നമ്മൾക്ക് എങ്ങനെയൊക്കെ നമ്മളുടെ ഈ AI മോഡലുകളെ യൂസ് ചെയ്യാം എന്നതാണ് നമ്മൾ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ തിരക്കഥയാക്കാം. തിരക്കഥയിൽ നിന്ന് നമുക്ക് സ്റ്റോറി ബോർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റോറി ബോർഡിൽ നിന്നൊരു കാസ്റ്റോ ക്രൂവോ ഒന്നും ഇല്ലാതെ തന്നെ
ഹോളിവുഡ് നിലവാരത്തിലുള്ള സിനിമകൾ ഷോർട്ട് പ്രൊഡക്ഷൻ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇൻക്ലൂഡിങ് ഡബ്ബിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും, മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾക്ക് എല്ലാ മേഖലയിലും നമുക്ക് AI-നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ചേരാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ? ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 1.25 lakhs ആണ് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ വരിക. അതിൽ 3 മാസത്തെ കോഴ്സാണ് എങ്കിൽ, പക്ഷേ നമ്മൾക്ക് ഇതൊരു 1 വർഷം മുഴുവനും ഇവർക്ക് ഇതിൻ്റെ അകത്തുള്ള ആക്സസ് ഉണ്ടായിരിക്കും. ബിക്കോസ് AI എന്ന് പറയുന്ന സംഗീതം ദിനം പ്രതി അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നതാണ്. 100 കണക്കിന് AI അപ്ഡേറ്റുകളാണ് ആഴ്ചയിൽ റിലീസാവുന്നത്. അപ്പം നമ്മൾക്ക് R&D റിസർച്ച് ഒരു 1.5 ലക്ഷം രൂപ അവരൊന്നും വിചാരിച്ചു ഒരു കംപ്ലീറ്റ് ഫിലിം അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കാൻ പറ്റും. അത് അതിനുള്ള സഹായം ചെയ്യില്ല. ചെയ്യും. അത് നമ്മളുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ R&D ടീം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ വരുന്ന മോഡലുകളെ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാ മോഡലും ഒന്നും നമ്മൾക്ക് ചിലപ്പോൾ യൂസർ ഫ്രണ്ട്ലി ആവണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ആ മോഡൽ തരണം എന്നില്ല. പക്ഷേ നമ്മൾ ഈ എല്ലാ മോഡലിനെയും ടെസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട മോഡലുകൾ മാത്രം നമ്മളുടെ സിലബസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് അപ്പോൾ ഓരോ 2 ആഴ്ചയിലും നമ്മൾ സിലബസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. 3 മാസം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സിലബസ് ശരിക്കും പറഞ്ഞാൽ 1 വർഷം വരെ നിങ്ങൾക്ക് ഈ അപ്ഡേഷൻസ് മുഴുവനും സിലബസിൽ വരുന്ന അപ്ഡേഷൻസ് മുഴുവനും കാണാനും അതുമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നമുക്ക് അതിലൂടെ ലഭിക്കും. പിന്നെ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സർ എന്താ ഞാനൊന്ന് തെറ്റിയിട്ടുണ്ട്, അല്ല പറഞ്ഞു വന്നതിൻ്റെ ഒരു ഞാൻ സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡാണ്. നമ്മളുടെ സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഫിലിം മേക്കിങ്ങിൻ്റെ അകത്ത് എങ്ങനെ AI സെൻറ്റേർഡായിട്ട് നമുക്ക് ഒരു സിനിമ ഉണ്ടാക്കാം, അതേപോലെ നമ്മുടെ ട്രഡീഷണൽ ഫിലിമിൽ എങ്ങനെ AI-നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഫസ്റ്റ് കോഴ്സ് നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് October 15-നായിരുന്നു നമ്മളുടെ സ്കൂളിൻ്റെ ലോഞ്ച്. കമലഹാസൻ സാറാണ് നമ്മളുടെ ലോഗോ ലോഞ്ച് ചെയ്തത്. സ്കൂളിനെ പറ്റി ഒന്ന് പറയാം. പ്രോഗ്രാമിനെ സ്കൂളിനെ പറ്റി സ്കൂൾ ഏതൊക്കെയാണ് കോഴ്സ്? നമ്മളുടെ കോഴ്സസ് ഇപ്പോൾ കറൻ്റ് നമ്മൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് AI ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന കോഴ്സാണ്. ഐഡിയേഷൻ മുതൽ ഡിസ്ട്രിബ്യൂഷൻ വരെ എങ്ങനെ AI യൂസ് ചെയ്ത് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും എന്നതാണ് നമ്മുടെ കോഴ്സിലൂടെ പഠിക്കുന്നത്.